ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച റൂമിൻ്റെ ഉൾഭാഗം. GST അടക്കം 1300 രൂപയാണ് ഇതിൻ്റെ ചാർജ് വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. പിന്നെ ഇവരുടെ റൂം സർവീസ് ആണെങ്കിൽ ഭയങ്കര മോശമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അമ്പലത്തിൻ്റെ അടുത്തായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു റൂം എടുത്തത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഗാന്ധി മ്യൂസിയം കാണാനായിട്ടാണ് കേട്ടോ. തീരെയുള്ള കലാപരിപാടി നമ്മൾ 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതുപോലൊരു ഷോപ്പ് താഴെ കണ്ടുവിട്ട്. അങ്ങനത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട് അവിടെ. അപ്പോൾ നിറയെ വളകളും മാലകളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് ഇത്. മറ്റേ പ്ലേറ്റ് ചെയ്യണ ജ്വല്ലേഴ്സാണ് കേട്ടോ, റോൾഡ് ഗോൾഡിൻ്റെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ. പിന്നെ ഇവിടെ പാദസരം, മാല, മിഞ്ചി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ വിലയുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചതാ നമ്മൾ ഗാന്ധി മ്യൂസിയം കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് കേട്ടോ ഓട്ടോ വിളിച്ചത്. അവിടുന്ന് ഗാന്ധി മ്യൂസിയം വരെ നമ്മുടെ അടുത്ത് പറഞ്ഞത് 150 രൂപയാണ് കേട്ടോ ഓട്ടോ ചാർജ്. അപ്പോൾ അതങ്ങനെ വലിയ അധികം ചാർജ് അല്ല നമുക്ക് തോന്നി. കാരണം നമ്മൾ മുന്നേ 2-3 ആളോട് ചോദിച്ചപ്പോൾ 400-500 പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിലങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അണ്ണൻ നമ്മുടെ അടുത്ത് ട്രിപ്പിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓരോ നാട് ഇഷ്ടമായോ, എവിടെ നിന്നാണ് വരുന്നത്, കേരളത്തിൽ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൾ കുറേ നാൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് ആൾക്ക് കോട്ടയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗാന്ധി മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു മോഡൽ മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെന്ന സമയം അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതല്ലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അവിടെ റിനോവേഷൻ വർക്ക് നടക്കുന്നത് കൊണ്ട് ചെറിയൊരു ഭാഗത്തേക്ക് എല്ലാം കൂടെ എടുത്തിട്ട് അങ്ങ് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്താ പറയുക, വലിയതായിട്ട് നമുക്ക് കാണാനായിട്ടൊന്നുമില്ല. കുറച്ച് ഇത് മാത്രമേ അവരവിടെ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുള്ളൂ. ബാക്കി മെയിനായിട്ടുള്ള ആ ഒരു ബിൽഡിങ് ക്ലോസ് ആയിട്ട് കിടക്കുകയാണ്, അവിടെ വർക്ക് നടക്കുന്നത് കൊണ്ട്. ഗാന്ധി മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ മ്യൂസിയത്തിലൊക്കെ ഉണ്ടാവില്ലേ ഈ നന്നങ്ങാടികൾ, പിന്നെ കുറേ സ്റ്റാമ്പ് കളക്ഷൻ, പിന്നെ കോയിൻ കളക്ഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇങ്ങനെ വന്നിട്ടുണ്ടായത്. ഗാന്ധി മ്യൂസിയം എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ ഗാന്ധിജിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കിയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇനിയിപ്പം നമുക്കറിയാൻ പറ്റില്ല, നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇവിടെ വരുന്നത്. അപ്പം അറിയില്ല ഇനിയിപ്പോൾ ഈ വർക്ക് നടക്കുന്നത് കൊണ്ടാണോ ഒന്നും അറിയത്തില്ല. ഇവിടെ കുറേ ഇതുപോലെയുള്ള ഈ താളിയോലകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കണ്ടത്. ശരിക്കും ഒരുപാട് പ്രതീക്ഷയോട് കൂടി വന്നിട്ട് മൊത്തത്തിലുള്ള പ്രതീക്ഷ പോയൊരു പ്രതീതിയായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ. എന്തിനാ ഇപ്പം ഇത്രയും പൈസ ചിലവാക്കി ഇവിടെ വന്നേന്ന് വരെ നമുക്ക് തോന്നിപ്പോയായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ അവിടെ സാധാരണ എക്സിബിഷനിൽ പോലും പ്രദർശനത്തിന് കൊണ്ടുവരുന്ന ഒരു സംഭവങ്ങളാണ് ഈ ഇതൊക്കെ. അപ്പോൾ ശരിക്കും നിരാശ തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ എന്തു പറയാനാ, അവിടെ പോയതല്ലേ. അപ്പോൾ 1-2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങ് പോരാന്ന് വെച്ച് ഇതാണ് ആ മ്യൂസിയത്തിൻ്റെ പുറത്തു നിന്നുള്ളൊരു ഭാഗം. ഇപ്പോൾ അവിടെ വർക്ക് നടക്കുന്നത് കൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാത്തത്. തൊട്ടപ്പുറത്തായിട്ടൊരു ലൈബ്രറി കൂടി ഉണ്ട്, പക്ഷെ അവിടെയും നമുക്ക് വിസിറ്റേഴ്സ് അലൗഡ് അല്ല, അവിടെയും വർക്ക് നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗാന്ധി മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.